ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അമ്മമാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 6 വയസ്സുള്ള കുട്ടികളുടെ തൂക്കം കൂടാനുള്ള ഒരാഴ്ചത്തെ ഡയറ്റ് പ്ലാനാണ്. ഒരു അമ്മ എന്നോട് 6 വയസ്സുള്ള കുട്ടിയുടെ ഡയറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിരുന്നു. ഒരാഴ്ചത്തേക്ക് കുട്ടിക്ക് എന്തൊക്കെ കൊടുക്കാം എന്ന് ഈ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. 6 വയസ്സെന്ന് പറയുന്നത് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് അവരുടെ ശാരീരിക അധ്വാനവും മാനസികമായ സ്ട്രെസ്സും ഒരുപോലെ കൂടും. സ്കൂളിലെ ഓട്ടവും ചാട്ടവും കാരണം അവർക്ക് കൂടുതൽ ഊർജം ആവശ്യമായി വരും. എന്നാൽ പല കുട്ടികളും സ്കൂളിൽ കൊണ്ടുപോകുന്ന ടിഫിൻ ബോക്സ് കഴിക്കാതെ തിരികെ കൊണ്ടുവരുന്നത് അമ്മമാരുടെ വലിയൊരു പരാതിയാണ്. ഈ പ്രായത്തിൽ കുട്ടികൾക്ക് ശരിയായ പോഷണം കിട്ടിയില്ലെങ്കിൽ പഠനത്തിൽ ശ്രദ്ധ കുറയാനും എപ്പോഴും തളർച്ച തോന്നാനും സാധ്യതയുണ്ട്. ഈ ഒരു വീഡിയോ കൊണ്ട് ഓരോ ദിവസവും കൃത്യമായ സമയക്രമത്തോടെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കുഞ്ഞിന് നൽകേണ്ടതെന്ന് ശാസ്ത്രീയമായ കാരണങ്ങളോടെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുവാൻ ശ്രമിക്കുക. സമയത്തിൻ്റെ പ്രാധാന്യമാണ് ആദ്യമായി പറയുന്നത്. ഒരു ദിവസം നമ്മൾ 5 തവണയായി വേണം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആഹാരം നൽകാൻ. രാവിലെ 7:30, അതായത് സ്കൂളിൽ പോകുന്നതിന് മുമ്പ്. ഒഴിഞ്ഞ വയറോടെ കുട്ടികളെ സ്കൂളിൽ വിടരുത്. ഇത് അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കും. അടുത്തതായി 10:30 സ്കൂൾ ബ്രേക്ക് സമയത്ത് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്നതും എന്നാൽ കലോറി കൂടിയതുമായ ലഘുഭക്ഷണം നൽകാം. ഉച്ചയ്ക്ക് 1:30 പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഒരു കംപ്ലീറ്റ് മീലായിരിക്കണം. വൈകിട്ട് 4:30 സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടിക്ക് നല്ല വിശപ്പുണ്ടാകും. ഈ സമയത്ത് ജങ്ക് ഫുഡ് നൽകാതെ നാടൻ പലഹാരങ്ങൾ നൽകണം. 8 മണിക്ക് അത്താഴം കൊടുക്കാം. ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുൻപെങ്കിലും ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം നൽകണം. ഇനി പറയുന്നത് ഒരാഴ്ചത്തെ ഡയറ്റ് പ്ലാനാണ്. തിങ്കളാഴ്ച 7:30 ഒരു ഗ്ലാസ് പാലിൽ ബദാം പൊടിച്ചു ചേർത്തതും നെയ്യിൽ ഉണ്ടാക്കിയ 2 ചെറിയ ദോശയും കൊടുക്കാം. ദോശയിലെ കൊഴുപ്പ് ദീർഘനേരം ഊർജം നൽകും. 10:30 ടിഫിൻ ബോക്സിൽ നെയ്യിൽ വഴറ്റിയ നേന്ത്രപ്പഴം നൽകാം. ഇത് കലോറി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. 1:30 ചോറ്, പരിപ്പ് കറി, മീൻ വറുത്തത്, ചീരത്തോരൻ നൽകാം. ഇരുമ്പ് സത്തും പ്രോട്ടീനും കുഞ്ഞിന് ഒരേ സമയം ലഭിക്കണം. വൈകിട്ട് 4:30 ആവിയിൽ പുഴുങ്ങിയ മുട്ട, വെള്ളയും മഞ്ഞയും പൂർണ്ണമായി കൊടുക്കാം. പേശികളുടെ വളർച്ചയ്ക്ക് മുട്ടയേക്കാൾ നല്ലൊരു പ്രോട്ടീൻ വേറെയില്ല. 8 മണിക്ക് ചപ്പാത്തി ചെറുതായി കീറി പാലിൽ കുതിർത്ത് കുട്ടിക്ക് നൽകാം. ദഹിക്കാൻ വളരെ എളുപ്പമാണ്. ചൊവ്വാഴ്ച രാവിലെ 7:30 റാഗി കുറുക്കിയത് നൽകാം. റാഗിയിൽ ശർക്കരയും പാലും ചേർത്ത് ഉണ്ടാക്കാം. എല്ലുകളുടെ ബലത്തിന് ആവശ്യമായ കാൽഷ്യം ഇതിൽ നിന്നും കുട്ടിക്ക് ലഭിക്കും. 10:30 ആപ്പിൾ കഷ്ണങ്ങളാക്കിയത് അല്ലെങ്കിൽ 3 ഈന്തപ്പഴം കുട്ടിക്ക് ടിഫിൻ ബോക്സിൽ നൽകാം. ഉച്ചയ്ക്ക് 1:30 ചോറ്, ചിക്കൻ കറി, തൈര്, ക്യാരറ്റ് തോരൻ എന്നിവ നൽകാം. തൈര് ദഹനശേഷി കൂട്ടാൻ സഹായിക്കും. വൈകിട്ട് 4:30 വീട്ടിലുണ്ടാക്കിയ അവൽ നനച്ചത്, തേങ്ങയും ശർക്കരയും ചേർത്ത് നനച്ച അവിൽ കുട്ടിക്ക് നൽകാം. രാത്രി 8 മണിക്ക് നല്ല സോഫ്റ്റ് ഇഡലി 2 എണ്ണം, കറിയായി സാമ്പാർ കൊടുക്കാം. പച്ചക്കറികൾ ഉടച്ച് ചേർത്തത്. ബുധനാഴ്ച 7:30 പച്ചക്കറികൾ ചേർത്ത ഗോതമ്പ് ഉപ്പുമാവ് നൽകാം. കൂടെ 1 കപ്പ് പാലും കൊടുക്കാം. 10:30 കശുവണ്ടിയും ഉണക്കമുന്തിരിയും അടങ്ങിയ ഒരു ചെറിയ പാക്കറ്റ് കുഞ്ഞിന് നൽകാം. ഉച്ചയ്ക്ക് 1:30 വെജിറ്റബിൾ പുലാവ്, മുട്ട ഫ്രൈ ചെയ്തത്, വെള്ളരിക്ക സാലഡ് ഇവ നൽകാം. വൈകിട്ട് 4:30 കുറച്ച് വെണ്ണ ചേർത്ത ബ്രെഡ് ടോസ്റ്റ് നൽകാം. രാത്രി 8 മണിക്ക് ആവിയിൽ വേവിച്ച ഇടിയപ്പവും നേരിയ എരിവുള്ള ചിക്കൻ സ്റ്റൂവും കൊടുക്കാം. വ്യാഴാഴ്ച രാവിലെ 7:30 ഓട്സ് കാച്ചിയത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കപ്പലണ്ടിയും പഴവും ചേർക്കുന്നത് എനർജി കൂട്ടാൻ സഹായിക്കും. 10:30 ഒരു പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നൽകാം. ഇത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആണ്. 1:30 ചോറ്, മോരുകറി, ചെറുപയർ മെഴുകുപുരട്ടി, ഓംലേറ്റ് ഇവ നൽകാം. 4:30 റോസ്റ്റ് ചെയ്ത നിലക്കടല, ഇതിൽ ഹെൽത്തി ഫാറ്റ്സ് ഉണ്ട്.
8 മണിക്ക് പാലപ്പവും കിഴങ്ങ് കറിയും കൊടുക്കാം. വെള്ളിയാഴ്ച രാവിലെ 7:30 ഗോതമ്പ് പുട്ട് കൊടുക്കാം. കറിയായി ഒരു ചെറിയ പഴവും പയറുകറിയും നൽകാം. 10:30 ടിഫിൻ ബോക്സിൽ മാതള നാരങ്ങ നൽകാം. 1:30 ചോറ്, സാമ്പാർ, നെയ്യിൽ വറുത്ത മീൻ കൊടുക്കാം. 4:30 കുഴക്കട്ട നൽകാം, ഉള്ളിൽ തേങ്ങയും ശർക്കരയും വെച്ചത്. 8 മണിക്ക് റവയുടെ ദോശ നൽകാം. കറിയായി തക്കാളി ചട്നി കൊടുക്കാം. ഇനി ശനിയാഴ്ചയും ഞായറാഴ്ചയും സ്പെഷ്യൽ ഫുഡാണ്. വീക്കെൻഡ് ദിവസങ്ങളിൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ ബിരിയാണിയോ നെയ്ച്ചോറോ നൽകാം. എന്നാൽ ഈ അളവ് അമിതമാകരുത്. വൈകുന്നേരങ്ങളിൽ ക്യാരറ്റ് ഹൽവയോ ചവ്വരി വെച്ചുണ്ടാക്കിയ പായസമോ നൽകുന്നത് കലോറി കൂട്ടാൻ സഹായിക്കും. ഞായറാഴ്ച രാത്രിയിൽ ലളിതമായ ഓട്സ് ദോശയോ ഗോതമ്പ് കഞ്ഞിയോ നൽകി വയറിന് വിശ്രമം കൊടുക്കാം. അപ്പോൾ അമ്മമാരെ, 6 വയസ്സുള്ള കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. പല അമ്മമാരും ടിഫിൻ ബോക്സിൽ നിറയെ ചോറോ അല്ലെങ്കിൽ വലിയ ചപ്പാത്തിയോ വെച്ചു കൊടുക്കും. സ്കൂളിലെ ചെറിയ ഇൻ്റർവെൽ സമയത്ത് കഴിക്കാനുള്ള തിടുക്കത്തിൽ കുട്ടികൾ അത് മുഴുവൻ കഴിക്കില്ല. വലിയ അളവ് കാണുമ്പോൾ തന്നെ അവർക്ക് മടുപ്പ് തോന്നും. ഇതിന് പരിഹാരമായി നമ്മൾ ചെയ്യേണ്ടത് ഫിംഗർ ഫുഡ്സ് ആണ്. അല്ലെങ്കിൽ എളുപ്പത്തിൽ പിടിച്ചു കഴിക്കാവുന്ന ചെറിയ കഷ്ണങ്ങളാക്കി ഭക്ഷണം നൽകുക എന്നതാണ്. ഉദാഹരണത്തിന് ചപ്പാത്തി റോൾ ചെയ്തത് കഷ്ണങ്ങളാക്കുക, അല്ലെങ്കിൽ ചെറിയ പീസുകളാക്കിയ പച്ചക്കറികൾ കട്ട്ലേറ്റ് രൂപത്തിൽ കുഞ്ഞിന് നൽകുക. ഇത് കുട്ടികൾ കളിക്കിടെ പോലും പെട്ടെന്ന് കഴിച്ചു തീർക്കും. സ്കൂൾ സമയത്ത് കൃത്യമായി ആഹാരം ചെന്നില്ലെങ്കിൽ അവരുടെ ശരീരത്തിലെ ഗ്ലൂക്കോസ് നില താഴുകയും ശരീരം ഉള്ളിലെ കൊഴുപ്പിനെ അമിതമായി കത്തിച്ച് കളയുകയും ചെയ്യും. 4 മണിക്ക് സ്കൂൾ വിട്ടു വരുമ്പോഴുള്ള ഹങ്കർ വിൻഡോ പ്രയോജനപ്പെടുത്താം. എങ്ങനെ? വീട്ടിൽ വരുമ്പോഴുള്ള സമയത്തെ നമ്മൾ മെഡിക്കൽ ഭാഷയിൽ പീക്ക് ഹങ്കർ വിൻഡോ എന്ന് പറയും. സ്കൂളിലെ പഠനവും ഓട്ടവും കഴിഞ്ഞ് ശരീരം കലോറിക്കായി ഏറ്റവും കൂടുതൽ ദാഹിച്ചിരിക്കുന്ന സമയമാണിത്. ഈ സമയത്ത് പല അമ്മമാരും എളുപ്പത്തിന് വേണ്ടി ബേക്കറി പലഹാരങ്ങളോ പാക്കറ്റ് ചിപ്സോ കടയിൽ നിന്നുള്ള ജ്യൂസോ വാങ്ങി നൽകും. ഇതിലടങ്ങിയിരിക്കുന്ന എംപ്റ്റി കലോറി കുഞ്ഞിൻ്റെ വയർ താൽക്കാലികമായി നിറയ്ക്കുമെങ്കിലും ശരീരത്തിന് ഒരു പോഷണവും നൽകില്ല. ഇതിൻ്റെ ഫലമായി നമ്മൾ രാത്രിയിൽ ഫുഡ് കൊടുക്കുമ്പോൾ കുഞ്ഞ് അത് കഴിക്കാൻ മടിക്കുകയും ചെയ്യും. ഈ 4 മണി സമയത്ത് നമ്മൾ കലോറി കൂടിയ നാടൻ ഭക്ഷണങ്ങൾ നൽകണം. ഉദാഹരണത്തിന് ഏത്തപ്പഴം നെയ്യിൽ വരട്ടിയത്, റാഗി അട, അല്ലെങ്കിൽ ഒരു നാടൻ കൊഴുക്കട്ട. ഈ സമയത്ത് കൊടുക്കുന്ന പോഷകങ്ങൾ ശരീരം വളരെ പെട്ടെന്ന് ആഗിരണം ചെയ്യുകയും പേശികളുടെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുകയും ചെയ്യും. 6 വയസ്സുള്ള കുട്ടികൾ എപ്പോഴും ഓടിക്കളിക്കുന്നവരാണ്. പ്രത്യേകിച്ച് സ്കൂളിലെ PT പീരീഡും വൈകുന്നേരങ്ങളിലെ കളികളും. കുട്ടി എത്രത്തോളം ആക്റ്റീവാണോ അത്രത്തോളം അവരുടെ ശരീരത്തിലെ മെറ്റബോളിക് നിരക്ക് കൂടുതലായിരിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുഞ്ഞ് ഒരു ദിവസം ഓടിക്കളിക്കാൻ എത്ര കലോറി ഉപയോഗിക്കുന്നു അതിനേക്കാൾ കൂടുതൽ കലോറി ആഹാരത്തിലൂടെ ഉള്ളിൽ ചെന്നാൽ മാത്രമേ തൂക്കം കൂടുകയുള്ളൂ. കുട്ടി ഒരുപാട് കളിക്കുന്നുണ്ട് എന്ന് കരുതി നമ്മൾ ഭക്ഷണത്തിൻ്റെ അളവ് കൂട്ടിയാൽ അവർക്ക് അത് കഴിക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് അവർ കഴിക്കുന്ന കുറഞ്ഞ അളവ് ഭക്ഷണത്തിൽ കലോറി കൂട്ടുക എന്നതാണ്. ചോറ് കൊടുക്കുമ്പോൾ അതിൽ 1 സ്പൂൺ ശുദ്ധമായ വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കാം. പാലിൽ അല്പം നട്ട്സ് പൗഡർ ചേർക്കുക. ഇത് കുട്ടിക്ക് അമിത ഭാരം നൽകാതെ തന്നെ കളിക്കാൻ ആവശ്യമായ ഊർജവും തൂക്കവും കൂടാനുള്ള കലോറിയും ഒരേ സമയം നൽകും. കുട്ടികളിലെ സ്ട്രെസ്സും വിശപ്പില്ലായ്മയുമാണ് അടുത്തതായി പറയുന്നത്. പലരും ചിന്തിക്കാത്ത ഒരു കാര്യമാണിത്. 6 വയസ്സുള്ള കുട്ടികൾക്ക് എന്ത് സ്ട്രെസ്സ് വരാനാണ് എന്ന്. എന്നാൽ സ്കൂളിലെ പുതിയ അന്തരീക്ഷം, ഹോംവർക്കുകളുടെ ഭാരം, കൂട്ടുകാരുമായുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അധ്യാപകരുടെ വഴക്ക് എന്നിവ കുട്ടികളിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. കുട്ടികളിൽ സ്ട്രെസ്സ് കൂടുമ്പോൾ ശരീരത്തിൽ അഡ്രിനാലിൻ എന്ന ഹോർമോൺ കൂടും. ഈ ഹോർമോൺ ദഹന പ്രക്രിയയെ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ തലച്ചോറിന് സന്ദേശം നൽകും. അതുകൊണ്ടാണ് സ്കൂൾ തുറക്കുന്ന സമയങ്ങളിൽ പല കുട്ടികളും ആഹാരം ഒട്ടും കഴിക്കാത്തതും മെലിഞ്ഞു പോകുന്നതും. അമ്മമാർ കുഞ്ഞിനോട് സ്കൂളിലെ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അവരെ മാനസികമായി സന്തോഷത്തോടെ നിലനിർത്തുകയും വേണം. മനസ്സ് ശാന്തമാകുമ്പോൾ മാത്രമേ ദഹനരസങ്ങൾ ശരിയായി പുറപ്പെടുവിക്കുകയുള്ളൂ. കുഞ്ഞിന് സ്വാഭാവികമായ വിശപ്പും വരികയുള്ളൂ. അടുത്തതായി രോഗപ്രതിരോധ ശേഷിയും തൂക്കവും തമ്മിലുള്ള ബന്ധമാണ്.
സ്കൂളിൽ പോയി തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് ഇടയ്ക്കിടെ ജലദോഷം, പനി, വയറിളക്കം എന്നിവ വരുന്നത് സാധാരണമാണ്. പല കുട്ടികളും ഒരു മാസം കൊണ്ട് വെച്ച തൂക്കം ഒരൊറ്റ ആഴ്ചയിലെ പനി കൊണ്ട് കുറഞ്ഞു പോകാറുണ്ട്. ഇതിനെയാണ് നമ്മൾ വെയ്റ്റ് ലോസ് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. രോഗം വരുമ്പോൾ ശരീരത്തിലെ കോശങ്ങൾ വൈറസിനോട് പോരാടാൻ വലിയ അളവിൽ ഊർജം ഉപയോഗിക്കും. ആ സമയത്ത് കുട്ടിക്ക് വിശപ്പ് കുറയുകയും ചെയ്യും. ഇത് തടയാൻ ഡയറ്റ് പ്ലാനിൽ വിറ്റമിൻ സി അടങ്ങിയ നെല്ലിക്ക, ഓറഞ്ച്, നാരങ്ങ വെള്ളം എന്നിവയും കുടലിൻ്റെ ആരോഗ്യം കൂട്ടാൻ തൈരും നിർബന്ധമായും ഉൾപ്പെടുത്തണം. കുഞ്ഞിന് രോഗങ്ങൾ വരുന്നത് കുറയുമ്പോൾ അവരുടെ തൂക്കം കുറയാതെ ഒരേ രീതിയിൽ നിലനിർത്താൻ ഇത് സഹായിക്കും. കൂടാതെ ദിവസവും ആവശ്യത്തിന് വെള്ളം കുട്ടി കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഈ ഒരാഴ്ചത്തെ ഡയറ്റ് പ്ലാൻ കൃത്യമായി പിന്തുടർന്നാൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഭാരത്തിലും വലിയ മാറ്റം കാണാം. എൻ്റെ പരിമിതമായ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം. ഇതുവരെ നിങ്ങൾ എൻ്റെ വെയ്റ്റ് ഗെയിൻ വീഡിയോകൾക്ക് നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.